കൊടുംചൂടിൽ വരണ്ടുണങ്ങി കിടക്കുന്ന മരുഭൂമിയിൽ മീനുകളെ വളർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമെന്ന് തോന്നിക്കുന്ന ഇക്കാര്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ചൈന. ലോക രാജ്യങ്ങളെ വരെ ഞെട്ടിച്ച ചൈനയുടെ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫിഷ് ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി കൃഷി ചെയ്യാൻ ചൈന കണ്ടെത്തിയ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 6,18,000 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ മംഗോളിയ, കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സിൻജിയാങ് ഉയ്ഗുർ എന്ന സ്വയം ഭരണ പ്രദേശമാണ് ചൈന ഇതിനായി കണ്ടെത്തിയത്. വരണ്ട ഭൂപ്രകൃതിയും കുത്തനെയുള്ള പർവ്വതങ്ങളും ഉൾക്കൊള്ളുന്ന സിൻജിയാങ് ലോകത്തിലെ തന്നെ ഏറ്റവും വരണ്ടുണങ്ങിയ സ്ഥലങ്ങളിലൊന്നാണ്. മരണക്കടൽ എന്നറിയപ്പെടുന്ന തക്ലമക്കാൻ മരുഭൂമിയുടെ ഹൃദയഭാഗം. ഇന്ന് ലക്ഷക്കണക്കിന് കടൽ മത്സ്യങ്ങളെയാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കുളങ്ങളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഗോൾഡൻ സീബ്രീം, ഗ്രൂപ്പേഴ്സ് തുടങ്ങി മഡ് സ്കൈപ്പേഴ്സ് വരെയുണ്ട്. മത്സ്യ ഫാമിംഗ് പോലെയുള്ള പദ്ധതികൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ജലമാണ്. എന്നാൽ മരുഭൂമിയിൽ ഇത്രയും ജലം എങ്ങനെ ലഭിക്കും എന്ന് നിങ്ങളിൽ പലരും സംശയിച്ചേക്കാം. പറയാം. അതിശയം എന്തെന്നാൽ സിൻജിയാങ് ഒരു വരണ്ട പ്രദേശമാണെങ്കിൽ കൂടി അതിന് വടക്ക് പടിഞ്ഞാറേ അറ്റത്തായി നിരവധി തടാകങ്ങളും റിസർവോയറുകളും നദികളും ഉണ്ട്. അതിൽ 707 ഏക്കറോളം സലൈൻ ആൽക്കലൈ വെള്ളമാണ്. ഈ വെള്ളത്തിലെ അമിതമായ ലവണാംശം എങ്ങനെ ഇല്ലാതാക്കും എന്നതാണ് ചൈനീസ് സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ചൈന നേരിടുന്ന മത്സ്യസമ്പത്തിന്റെ അഭാവം പരിഹരിക്കാൻ ഇവിടെ കൃഷി ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗവും സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചൈനീസ് ഗവേഷകർ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ അയോണുകൾ ഉപ്പുവെള്ളത്തിൽ ചേർത്ത് സമുദ്രജലത്തിനോട് സാമ്യമായി ഈ വെള്ളത്തിനെ മാറ്റിയെടുത്തു. ഇത് മനുഷ്യന് ഒരു വിധത്തിലും ഹാനികരമല്ല എന്ന് മാത്രമല്ല, കടൽ മത്സ്യങ്ങൾക്ക് വളരാൻ അനുയോജ്യമായ അന്തരീക്ഷമാക്കി മാറ്റുകയും ചെയ്തു. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം അഥവാ റാസ്, സലൈൻ ആൽക്കലൈ വാട്ടർ അഡാപ്റ്റേഷൻ എന്നിങ്ങനെ 2 തരത്തിലുള്ള ഫാമിംഗ് ആണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്. എന്താണ് റാസ്? സാധാരണ ഒരു മത്സ്യകൃഷിയിൽ 1 കിലോ മത്സ്യത്തെ വളർത്താൻ 5000 ലിറ്റർ വെള്ളം ആവശ്യമായി വരുന്നു. എന്നാൽ ചൈനയുടെ റീസർക്കുലേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇത് വെറും 500 ലിറ്ററായി കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ? ഫിഷ് ടാങ്കുകളിൽ നിന്ന് മലിനമായ ജലം ഫിൽട്ടർ ചെയ്ത് ബാക്ടീരിയൽ ബയോ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. തിരിച്ച് ഈ വെള്ളം ടാങ്കുകളിലേക്ക് തന്നെ വിടുന്നു. ഈ പ്രോസസ് തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊന്ന് സലൈൻ ആൽക്കലൈ വാട്ടർ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഉപ്പുവെള്ള മത്സ്യകൃഷിയാണ്. സിൻജിയാങ്ങിലെ ഭൂഗർഭജലത്തിൽ ലവണാംശം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ സോൾട്ട് ടോളറന്റ്, അതായത് ഉപ്പിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മത്സ്യങ്ങളെയാണ് പ്രധാനമായും വളർത്തിയിരുന്നത്. തിലാപ്പിയ, സീബാസ്, ഗിഫ്റ്റ് കാപ്പ് എന്നിങ്ങനെയുള്ളവ. സിൻജിയാങ് വരണ്ട പ്രദേശങ്ങളാണെങ്കിൽ കൂടി നദികളും തടാകങ്ങളും റിസർവോയറുകളും ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ തന്നെ പർവ്വതങ്ങളിൽ നിന്നും മഞ്ഞൊഴുകി വരുന്ന വെള്ളവും ഉൾപ്പെടുന്നു. ഇതിൽ ഓക്സിജൻ നന്നായി അടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ ശരാശരി താപനില വർഷം മുഴുവനും 12 ഡിഗ്രി സെൽഷ്യസ് ആയി തന്നെ നിലനിൽക്കുന്നു. ഇത് സാൽമൺ മീനുകളെ വളർത്തുവാൻ വളരെ അനുയോജ്യമാണ്. ഫ്ലോട്ടിംഗ് കേജുകളിലാണ് ഇവയെ വളർത്തുന്നത്. വളരെ ആഴത്തിലുള്ള ഈ കേജുകളിൽ മീനുകൾക്ക് വളരെ ഫ്രീ ആയി തന്നെ സഞ്ചരിക്കാൻ കഴിയുന്നു. വളർന്ന് പാകമെത്തിയ സാൽമൺ മീനുകളെ ഓട്ടോമേറ്റഡ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെ പ്രോസസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. 2017 ആയപ്പോഴേക്കും ചൈനീസ് സർക്കാർ അക്വാകൾച്ചറിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ തുടങ്ങി. സിൻജിയാങ്ങിനെ മത്സ്യ ഉൽപാദനത്തിൽ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഇന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ ചൈനയിലുടനീളമുള്ള റെസ്റ്റോറന്റുകളിൽ ഉപയോഗിക്കുന്നു. അവയിൽ ചിലത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. വൻ കുതിപ്പോടെ മുന്നോട്ട് പോയ അക്വാകൾച്ചർ വ്യവസായം 2023 വരെ 18,40,000 ടൺ മീനുകളെയാണ് ഉൽപ്പാദിപ്പിച്ചത്. അതും 530 ദശലക്ഷം മൂല്യം വരുന്നത്. 10,000 തദ്ദേശവാസികൾക്കാണ് സിൻജിയാങ് അക്വാകൾച്ചർ വ്യവസായത്തിലൂടെ ജോലി ലഭിച്ചത്. ഈ ഘട്ടത്തിൽ മത്സ്യം, ഞണ്ട്, ചെമ്മീൻ എന്നിവയെല്ലാം ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 4,14,000 മത്സ്യങ്ങൾ, 3,05,000 ഞണ്ടുകൾ, 4.8 ദശലക്ഷം ചെമ്മീനുകളെയും ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇവയൊഴികെ നേരത്തെ സൂചിപ്പിച്ച തിലാപ്പിയ, ലോബ്സ്റ്റർ, സാൽമൺ എന്നീ സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം കൂടി പറയാം. മീനുകളെ മാത്രമല്ല, മരുഭൂമിയിൽ മുത്തും വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചൈന. 2023 2 മില്യൺ പേളാണ് സിൻജിയാങ്ങിൽ ഉൽപ്പാദിപ്പിച്ചത്. 2025 വ്യവസായത്തിന്റെ മൊത്തം മൂല്യം ഏകദേശം $3 ബില്യൺ ഉയരുമെന്നാണ് വിദഗ്ധർ പ്രവചിച്ചിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ നമ്മുടെ കേരളത്തിലും നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.